ഞാൻ ഏപ്രിൽ മൈക്കിൽ 28 ദളിത് ഹർത്താലില് വഴിയിൽ കുടുങ്ങിപ്പോയ ഒരു ക്യാൻസർ രോഗിയായിരുന്നു ഞാൻ. താങ്കൾ ട്രാൻസ്പോർട്ട് ബസ്സിലായിരുന്നു? ആ ബസ്സിലായിരുന്നു. ഒരു 15ഓളം ബസ് തെരഞ്ഞിട്ടേക്കാണ്. അപ്പൊ ഞങ്ങള് ചെന്നിട്ട് ഒരു 4 പേര് ഇവരെ അനുയായിയോട് ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്. ഞാനും ഭാര്യയോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സ്കാനിങ് ഉള്ളതാണ്, ഞങ്ങളിന്ന് കടത്തി വിടണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതിലെ നടന്നു നോക്കണം, 20 കിലോമീറ്റർ നടന്നു നോക്കോളാൻ ഹോസ്പിറ്റലിലേക്ക്. ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല, സ്കാനിങ് ഉള്ളതുകൊണ്ട് പേരില്. അങ്ങനെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ മെയിൻ നേതാക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു 50 പേര് നിന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പൊ ഞാനും ഭാര്യയും ഞങ്ങൾക്ക് എന്തായാലും പോയേ പറ്റും ഹോസ്പിറ്റലിലേക്ക്. സ്ഥലം ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യമല്ല. ഞങ്ങൾ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടില്ല, ഞങ്ങൾക്ക് വഴി എന്തെങ്കിലും കാണിച്ചാൽ ഞങ്ങൾ വണ്ടി എന്തെങ്കിലും നിങ്ങൾ ഏർപ്പാടാക്കി തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വഴി പുള്ളി പറഞ്ഞത്, നിങ്ങൾ ഈ ഹർത്താൽ കുളമാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണെന്ന് എന്നോട് ചോദിച്ചത്. ലാസ്റ്റ് പോലീസുകാരാണ്, തിരുവല്ല സ്റ്റേഷനിലെ SI ആണ് ഞങ്ങളെ പോലീസ് ജീപ്പിൽ കോഴഞ്ചേരി പുത്തൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണത്. 9 മണിക്ക് സ്കാനിങ് പറഞ്ഞു, 8:30 അവരവിടെ പോലീസ് ജീപ്പിൽ എത്തിക്കുന്നു. ഉച്ചയ്ക്ക്, അതായത് ഈ സംഭവം നടന്ന് ഉച്ചയായപ്പോൾ ഹൈക്കോടതി ജഡ്ജി ഇടപെട്ടു. ഈ സമരത്തിന്റെ നേതാവിനെ CSDS നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഓർഡർ ഇട്ട് ജയിലിൽ കിടന്നു, 6 ദിവസം ജയിലിൽ കിടന്നു. പിന്നെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ ക്യാൻസർ രോഗി അല്ല എന്ന് പറഞ്ഞ് ഇവര് കോടതിയിൽ വാദിച്ചാണ് ഇറങ്ങി പോകുന്നത്. അപ്പൊ അതിന്റെ പേപ്പറുകളൊന്നും അവിടെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ നമ്മൾ മൊഴി കൊടുത്തു, FIR ഇട്ടു, അദ്ദേഹത്തെ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ സർജറി കഴിഞ്ഞപ്പോ 1 മാസമായിട്ടുള്ളൂ സർജറി കഴിഞ്ഞിട്ട്.